ശബരിമല വിഷയത്തിൽ ഭരണപക്ഷത്ത് ഭിന്നത. പോറ്റിക്കൊപ്പമുള്ള ചിത്രം പുറത്തുവന്ന സാഹചര്യത്തിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ ഇന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ പോറ്റിക്കൊപ്പം ചിത്രമെടുത്തവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ നിലപാട്. സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റാരുടെ കാര്യവും ഞാൻ പറഞ്ഞില്ല. സോണിയാഗാന്ധി വിളിച്ച് കയറ്റിയതാണോ, സോണിയാഗാന്ധിയോടൊപ്പം പോയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൊണ്ടുപോയതാണോ എന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അറിഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി ഒരു കളങ്കിതനെ തൻ്റെ വീട്ടിൽ വിളിച്ച് കയറ്റില്ല എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാനത് ആവർത്തിച്ച് പറയല്ലേ. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഒരു ഭാഗത്ത് മന്ത്രി വി ശിവൻകുട്ടി മാത്രമല്ല വീണ ജോർജും എം പി രാജേഷും ഒക്കെ അടിയന്തര പ്രമേയം മുതലിങ്ങോട്ട് ഈ വിഷയങ്ങൾ ആയുധമാക്കുകയാണ്. പക്ഷേ ശിവൻകുട്ടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണം, അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ മറുഭാഗത്ത് കടകംപള്ളി സുരേന്ദ്രൻ അത് പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, സോണിയാഗാന്ധിയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് കടകംപള്ളിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നതും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കടകംപള്ളിയുടെ സുരേന്ദ്രന്റെ ചിത്രങ്ങൾ വീട്ടിൽ പോയതിന്റെ തെളിവുകളൊക്കെ മുന്നിലുള്ളതുകൊണ്ടാണോ? ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട സഭയിൽ ഇന്ന് കണ്ട കാഴ്ചകൾ സമീപകാലത്തൊന്നും നമ്മളങ്ങനെ കാണാത്ത കാഴ്ചയാണ്. ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഒരേ വിഷയത്തിൽ പരസ്പരം ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് താഴെയാണെങ്കിൽ ഭരണപക്ഷാംഗങ്ങൾ മന്ത്രിമാരിരിക്കുന്ന കസേരയുടെ അടുത്തേക്ക്, അതായത് ഏറ്റവും മുന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ പറയുന്ന മന്ത്രിമാരടക്കം സംസാരിക്കുമ്പോൾ ആ മന്ത്രിമാരുടെ പ്രസംഗം പോലും കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഭരണപക്ഷാംഗങ്ങളെ കണ്ടു. സമാനമായി തന്നെ പ്രതിപക്ഷത്തു നിന്നും അത്തരം കാര്യങ്ങൾ ഉയർന്നു. ഈ പറയുന്ന മന്ത്രിമാർക്കിടയിൽ, അല്ലെങ്കിൽ മന്ത്രിമാർ ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോറ്റിപ്പോയ വിഷയവുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷമായ ഒരു മയവുമില്ലാത്ത വിമർശനങ്ങളാണ് ഉയർത്തിയത്. കാരണം സ്വാഭാവികമായും വീണ് കിട്ടിയ ഒരു അവസരം അല്ലെങ്കിൽ ഒരു ചിത്രം എന്നുള്ള നിലയ്ക്കാണ് അവർ അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഏറ്റവും നല്ല പ്രതിരോധമായി ആ വിഷയത്തെ ഉയർത്തിക്കാണിക്കുകയാണ് ഭരണപക്ഷ അംഗങ്ങൾ. മന്ത്രി എം പി രാജേഷ് മാത്രമല്ല, മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്നും സ്വർണം അവിടെയുണ്ട് എന്നുള്ള കാര്യവുമാണ്. എങ്ങനെ പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണമെന്നൊക്കെ ഉള്ള രൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഭരണപക്ഷത്തു നിന്നും മന്ത്രിമാരുടെ അടക്കം ഭാഗത്തു നിന്നും ഉയരുമ്പോൾ, പക്ഷേ പുറത്തിറങ്ങി വന്ന കടകംപള്ളി സുരേന്ദ്രന് കെ ശൈലജ സംസാരിച്ച് മടങ്ങിയതിനു ശേഷം തൊട്ടടുത്ത് സംസാരിക്കുമ്പോൾ കെ ശൈലജ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകുന്നില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം ചോദിച്ചപ്പോഴാണ് പറഞ്ഞു വെച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ പോറ്റി ഒരു കളങ്കിതനാണെന്ന് കരുതി സോണിയാഗാന്ധി ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുമെന്ന് താൻ കരുതുന്നില്ല എന്നുള്ള കാര്യമാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ മന്ത്രിമാരുടെ അടക്കമുള്ള നിലപാടുകൾ അങ്ങനെയല്ല. എന്തുകൊണ്ട് കടകംപള്ളി മയപ്പെട്ട ഒരു നിലപാട് പറയുമ്പോൾ ഒരു മയവുമില്ലാത്ത നിലപാട് സഭയ്ക്കകത്ത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മറ്റംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഒരുപക്ഷെ സഭാ നടപടികൾ ഒരു വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് സഭ പിരിയാമെന്നും തിങ്കളാഴ്ച ചേരാമെന്നും സ്പീക്കർ അറിയിച്ചത്. എന്നാൽ തിങ്കളാഴ്ചയും സഭ ചേരേണ്ടതില്ല, ചൊവ്വാഴ്ച ചേർന്നാൽ മതി, അതാകും ഉചിതമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേ തുടർന്നാണ് പിന്നീട് ചൊവ്വാഴ്ച ഇനി സഭ സമ്മേളിക്കാൻ ചേർന്നുകൊണ്ട് സഭ എന്തായാലും ഇന്നത്തേക്ക് പിരിഞ്ഞത്. സഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ സാധാരണ നിലയിൽ നമ്മൾ പറയുന്നത് സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം എന്നുള്ളതാണ് എങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല. സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടതാര്യം. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാർട്ടിയുടേതായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഒരു ഭാഗത്ത് മന്ത്രി വി ശിവൻകുട്ടി ചെറുതായ രീതിയിലൊന്നുമല്ല, അവിടെ റെയ്ഡ് നടത്തണം, സോണിയാഗാന്ധിയുടെ വീട്ടിൽ അവരെ അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ് അങ്ങനെ സോണിയാഗാന്ധി കളങ്കിതനാണെന്നറിഞ്ഞെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ച് കയറ്റില്ല എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം. കാരണം ശിവൻകുട്ടിക്ക് അങ്ങനെ പറഞ്ഞു പോകാം, പക്ഷേ കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം, കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന പലയിടങ്ങളിൽ നിൽക്കുന്ന ചിത്രങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയ ചിത്രങ്ങൾ, അതൊക്കെ പൊതുജന സമക്ഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യണം, ഫോട്ടോ ഉള്ളതുകൊണ്ട് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന വി ശിവൻകുട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കാൻ കടകംപള്ളി സുരേന്ദ്രന് ഇന്ന് അല്പം എന്തായാലും പ്രയാസമായിരിക്കും.